ലണ്ടൻ ഡ്രീംസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ഞാനൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ പുറത്തു പോയപ്പോൾ ഞാൻ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വാങ്ങിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു അതിനെ ഒന്ന് റിപ്പോർട്ട് ചെയ്യാൻ. ഇന്ന് നല്ല വെയിലുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു തരാണ്. ഇതിൽ ഞാൻ നേരത്തെ വാങ്ങിച്ചത് കൊണ്ട് പിന്നെ ഇന്ന് ഞാൻ കുറച്ച് വാങ്ങിച്ചു. സോ ഞാൻ വിചാരിച്ചു ഒന്ന് കാണിച്ചു തരാണ്. അപ്പൊ ഞാൻ ആദ്യം വാങ്ങിച്ചതെന്ന് പറഞ്ഞാല് ഈ ഒരു സംഭവമാണ് സ്നേക്ക് പ്ലാന്റ്. ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആട്ടോ. അപ്പൊ ഇത് നമുക്ക് ഈ പോട്ടിലാണ് നമുക്ക് കിട്ടുന്നത്, ഇവിടുന്ന് വാങ്ങിക്കാൻ നേരം. ഇനി എന്നിട്ട് നമുക്ക് ഈ പോട്ട് ചേഞ്ച് ചെയ്യണേ. അപ്പൊ ഇതാണെങ്കിൽ ഒരു ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റിൽ വെക്കാൻ പറ്റിയ ഒരു സാധനം ആട്ടോ. നമുക്ക് ഇൻഡോർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിന് 5 pounds ആയിട്ടോ. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മണി 500 rupees ആയി. ഇതിനെ നമ്മൾ ഇൻഡോർ വെക്കുന്നത്. ഇത് പിന്നെന്ന് പറഞ്ഞാൽ ഈ സംഭവമാണ് നമ്മുടെ നാട്ടിലെ എവർഗ്രീൻ ചെടിയില്ലേ, ആ സംഭവം പോലെയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ഇതിനെ കാണാൻ. ഇതൊരു ഔട്ട്ഡോർ ശ്രബ് ആട്ടോ. ഇതൊരു കോണിഫർ ആണ്. ഗോൾഡ് ക്രസ്റ്റ് എന്നാണ് പേരെഴുതിക്കണേന്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ വാട്ടർ ചെയ്യണം റെഗുലർ ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ സ്പ്രിംഗിൽ ഫെർട്ടിലൈസ് ചെയ്യണമെന്ന്. ഇതിനാണ് 3 pounds ആയിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ ഇതുണ്ട്, ഈ പോട്ടിന് വലിയ കട്ടിയില്ല. അപ്പൊ നമ്മൾ എന്താണ് ഇതിനെ റിപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. നല്ല പ്ലാസ്റ്റിക് പോട്ടാട്ടോ. നമ്മൾ ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ്. പിന്നെ ഞാനൊരു കുഞ്ഞ് സാധനം വാങ്ങിച്ചു കേട്ടോ. ഇത് തീരെ ചെറു ഒരു ബുഷി എവർഗ്രീൻ സാധനം. നോക്കിക്കേ, ഇത് 3 pounds ആയിട്ടുള്ളൂ കേട്ടോ. ഇത് ഒരു കുഞ്ഞ് എവർഗ്രീൻ ശ്രബാണ്. ഇത് എപ്പോഴും മോയ്സ്ചറൈസറിൽ ഇരിക്കുന്നതാണ് പറഞ്ഞത്. അതാണ്. ഇത് 3 pounds, അത് പറഞ്ഞാൽ 300 rupees. നോക്ക്, അത് വാങ്ങിച്ചു. പിന്നെ ഞാൻ അങ്ങനത്തെ അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു ഔട്ട്ഡോർ ശ്രബാ വാങ്ങിച്ചു. ഇത് നോക്കിക്കേ, ഇത് കാണാൻ ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്യണേ. ഇതിന് 3 pounds ആയിട്ടുള്ളൂ. കാണാൻ നല്ല ഭംഗിയുണ്ട്. നോക്കിക്കേ, ഗ്രോൺ ഇൻ ബ്രിട്ടൻ ആയില്ല. ഇത് ഞാൻ പണ്ട് നമ്മുടെ റോസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെന്നൊക്കെ പറഞ്ഞ ഒരു സീസൺ മാറുമ്പോ പെട്ടെന്ന് അതങ്ങ് ഇതായിട്ട് പോവാ, അങ്ങ് നശിച്ചു പോവാ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ നമ്മൾ ഇങ്ങനത്തെ ഗ്രീൻ സാധനം വാങ്ങിക്കുന്നുള്ളൂ, കാരണം അതാണ് ഇവിടെ നിൽക്കുന്നത്. പിന്നെ ഞാനൊരു അലോവേര ഒരെണ്ണം കൂടെ വാങ്ങിച്ചു. എനിക്ക് ഓൾറെഡി ഇവിടെ 2 ഉണ്ട്. അപ്പൊ ഇന്ന് ഞാൻ ഒരെണ്ണം കൂടി വാങ്ങിച്ചു. എന്താ അലോവേര. ഇതിനാണെങ്കിൽ ഒരു കുഞ്ഞ് കൊച്ചൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ ഇത് വലുതാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനാണെങ്കിൽ 4 pound ആയിട്ടുള്ള. ഇതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അലോവേര. പിന്നെ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ ഒരു സാധനം വാങ്ങിച്ചു, ആന്തൂറിയം. ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ, നോക്കിക്കേ, ആന്തൂറിയം. ഇതിന് ഇവിടെ റൂട്ട്സ് ഒക്കെ വരുന്നുണ്ട്, കണ്ടോ, കാണാവോ? റൂട്ട്സ് ഒക്കെ ഉണ്ട് ഇതിനുള്ളിൽ കേട്ടോ. അപ്പൊ ആന്തൂറിയം ഇതിനാണെങ്കിൽ 5 pounds കേട്ടോ. അതിന്റെ കവർ ഇത് ഇവിടെ കിടക്കുന്നേ ഉള്ളൂ. അതിന് 5 pounds ആന്തൂറിയം. അപ്പൊ ഇതിനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാവേ. പിന്നെന്ന് പറഞ്ഞാൽ ഇതിന് പക്ഷേ ബ്രൈറ്റ് ലൈറ്റ് ഒന്നും വേണ്ട കേട്ടോ. ഇത് ഇൻഡോർ ആണ്. പിന്നെ ഇതെനിക്ക് നേരത്തെ ഉണ്ടായിരുന്നതാണ് പീസ് ലില്ലി. ഇതിന് വൈറ്റ് ഫ്ലവേഴ്സ് ആട്ടോ യൂഷ്വലി വരുന്നത്. പക്ഷെ ഇപ്പൊ ഇതിന് നോക്കിക്കേ, ഇതിന് ഗ്രീൻ ഫ്ലവറാ വന്നത്. ഇത് ലൈറ്റിന്റെ ഒരു പ്രശ്നം കാരണം ഇങ്ങനെ വരണേ. യൂഷ്വലി ഇതിന് വൈറ്റ് ആണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് കുറെ നാളായി. ഇത് കുറെ നാൾ നിൽക്കും കേട്ടോ, ഇൻഡോർ ആയിട്ട്. പിന്നെ ഇതൊരു പ്ലാന്റ്, എനിക്കിത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. എന്തോ ഒരു പേരുണ്ട് കേട്ടോ ഇതിന്. ഇത് ഞാൻ അതുപോലെ തന്നെ വാങ്ങിച്ചതാണ്. ഇതും കുറെ നാളായി വാങ്ങിച്ചിട്ട്. ഇത് ഓൾറെഡി ഇവിടെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയപ്പോ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ വാങ്ങിച്ചതാണ് പോയപ്പോൾ. ഇതും അതുപോലെ തന്നെ ഒരു ഇൻഡോർ ഹൗസ് പ്ലാന്റ് ആണ്. ഇത് ബ്രൈറ്റ് ലൈറ്റ് പ്രിഫർ ചെയ്യുന്നു, പക്ഷെ എല്ലാത്തിനും ഇൻഡോർ മതി. അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ലൈറ്റും മതി. ഇതാണ് പിന്നെ ഞാൻ വാങ്ങിച്ചത്. ഇതിന് 3 pounds ഉള്ളൂ. പിന്നെ ഇതൊരു കുഞ്ഞു പ്ലാന്റ്. ഇതെനിക്ക് നേരത്തെ ഇവിടെ ഇരുന്നതാണ്. ഇത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ട് തന്നാണ്. അവള് വീട് മാറിയപ്പോൾ ഇതിന് അവര് ജെയ്ഡ് പ്ലാന്റ് എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മണി പ്ലാന്റ് പോലെ അവർ എന്നോട് പറഞ്ഞത്. ഈ സാധനം വെച്ചാൽ പൈസ കയറുന്നു, അതുകൊണ്ട് ഞാൻ ഇത് വെച്ചുകൊണ്ട് അവൾ എനിക്ക് പോട്ട് ചെയ്ത് കൊണ്ടുവന്ന. പക്ഷെ ഇത് കാര്യമായിട്ടൊന്നും വളർന്നില്ല. അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ ഇത് ഇത്രയായിട്ട് ഇരിക്കണം. എനിക്കറിയാമല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് മണ്ണെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് കുത്തിയിളക്കി നോക്കാമെന്ന്. അതാണ് ഒന്ന്. പിന്നെ 2-3 അലോവേര ഉണ്ട് റിപ്പോർട്ട് ചെയ്യാൻ. ഇതാണ് ഇത്രയും സാധനമാണ് ഞാൻ കുറച്ച് വാങ്ങിച്ചിരുന്നത്. പിന്നെ എനിക്കിവിടെ ഇച്ചിരി കുഞ്ഞി കാറ്റസ് ഉണ്ട്. ഇത് ഞങ്ങള് ഒരു ദിവസം ഗാർഡനിൽ ഇപ്പൊ വാങ്ങിച്ചിട്ട് അങ്ങനെ 3 എണ്ണം ഉണ്ട് കുഞ്ഞത്. ഇതൊക്കെ ഞാൻ പോട്ട് ചെയ്തതാ. പക്ഷെ എല്ലാം കൂടി ഒന്നുകൂടി മണ്ണിനെ ഒന്ന് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ 3 എണ്ണം ഉണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാവും അവസാനം വന്ന്. ഓക്കെ.
അപ്പം നമ്മൾ ഇപ്പോൾ പ്ലാന്റിനെ റിപ്പോർട്ട് ചെയ്യാൻ പോവാണ്. എനിക്ക് സ്വന്തമായിട്ട് വലിയ ഗ്ലൗസ് ഒക്കെ ഉണ്ട്. നമുക്ക് ആദ്യം ഇതിനെ റിപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഞങ്ങളാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ ഇതിലാട്ടോ ഇരിക്കണേ. ഗാർഡനിലെന്നൊക്കെ പറയും, പക്ഷെ ഇവിടുത്തെ ഇവര് ഈ സാധനം ഇട്ടിരിക്കുക, ഞാൻ കാണിച്ചു കൊടുത്തേ, ഈ സാധനം ഇട്ടിരിക്കുക. അപ്പം നമുക്ക് മണ്ണൊന്നും ആക്സസ് ഇല്ല, അതുകൊണ്ട് നമുക്ക് എല്ലാം പോട്ടിൽ വെക്കണം. അതുകൊണ്ട് നമ്മൾ ഇതിനെ റിപ്പോർട്ട് ചെയ്യാൻ പോവാണേ. ഞാൻ ഇന്ന് പോയപ്പോൾ ഒരു ഫെർട്ടിലൈസറും കൂടി വാങ്ങി. ഓൾറെഡി ഉണ്ടായിരുന്നു, എന്നിട്ട് ഞാൻ ഒരെണ്ണം വാങ്ങി. 15 kg. ഫെർട്ടിലൈസേഴ്സിനൊന്നും ഇവിടെ വലിയ വിലയില്ല കേട്ടോ. പിന്നെ എത്ര ആയിരുന്നു? 1 പൗണ്ടോ? 1 പൗണ്ടേ ഉള്ളായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ ഫെർട്ടിലൈസർ. കാണിച്ചു കൊടുത്ത് സൂം ചെയ്യും. അവിടെ വീണം. നമ്മൾ ഫെർട്ടിലൈസർ ഇടുന്നു കുറച്ചിടാം. ഇതിനകത്തെല്ലാം കട്ടയുണ്ട് കേട്ടോ. നമുക്കിനെ റീപ്പോർട്ട് ചെയ്യാം. ഇത് വരുമോന്ന് അറിയത്തില്ല കേട്ടോ, അതോ കട്ട് ചെയ്യേണ്ടി വരുമോ. നല്ല ഫിറ്റായിട്ടിരിക്കുക കേട്ടോ. ഈ മണ്ണോടെ വന്നാൽ നമുക്ക് ഈ മണ്ണോടെ വെക്കാവേ, പക്ഷെ എനിക്ക് തോന്നുന്നില്ല, ഒന്നുകിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടി വരും. വണ്ടർഫുൾ. അപ്പം ഞാൻ കഷ്ടപ്പെട്ട് മണ്ണിളക്കി അവസാനം സ്നേക്ക് പ്ലാന്റ് ഇത് ഇങ്ങനെയായി. നോക്ക്, ഇത് ഭയങ്കര സോയിലിയാണ്. ഇതാട്ടോ വാട്ടർ ചെയ്യാ സംഭവം. ഇത് യൂസ് ചെയ്യണോ? അത് മിക്സ് ചെയ്തോ അതിൻ്റെ കൂടെ? ഇത് ഭയങ്കര വാട്ടർ ചെയ്യാ കേട്ടോ ഈ സംഭവം. ഇവര് നല്ല മോയിസ്റ്റാക്കിയാന്ന് തോന്നുന്നു ഇതിനെ വെച്ച്. ജസ്റ്റ് ഉടഞ്ഞിട്ട് നോക്കിയാണ് നോക്കിക്കേ, ഭയങ്കര മോയിസ്റ്റാണ്ടോ. ഒരു വെള്ളം ഒഴിച്ചതോളം തോന്നുന്നു റീസെൻ്റ് ആയിട്ട് കണ്ടോ. കുറച്ച് ഇത് മിക്സ് ചെയ്യാം കേട്ടോ നമ്മുടെ ആയിട്ട്. ഒരു കാര്യം ചെയ്യാം, ബെറ്റർ ഐഡിയ. ഇച്ചിരി ഇവിടെ ഇരിക്കട്ട്. ഞാൻ എന്താണല്ലോ ഈ ഫെർട്ടിലൈസർ ഇച്ചിരി അങ്ങ് മിക്സ് ചെയ്തു ഇവരുടെ സോയിലുമായിട്ട്. എന്നിട്ട് നമുക്ക് ഇച്ചിരി ഇടാം കേട്ടോ. മതി. പിന്നെ രണ്ടാക്കി നമ്മൾ റിപ്പോർട്ട് ചെയ്യണോ? എന്ത് പറയുന്നത്? അത് ഒന്നാക്കി റിപ്പോർട്ട് ചെയ്യണോ? രണ്ടാക്കി ചെയ്യും. കണ്ടോ, ഇത് നല്ല വലുപ്പമുണ്ട് അല്ലേ? നമുക്ക് രണ്ടാക്കി തന്നെ ചെയ്യാം. അപ്പം നമുക്കിത് 2 പോട്ടിൽ വെക്കാം കേട്ടോ. കാരണം 2 വലിപ്പം തോന്നുന്നു എനിക്കിതിന്. നല്ല ഇതിൻ്റെ കൂടെ നമുക്കാണെങ്കിൽ ഇച്ചിരി പ്ലാന്റ് ഫീഡും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇച്ചിരി ഇട്ട് തരും പ്ലാന്റ് ഫീഡ്. ഞാൻ ഈയിടെ പോയപ്പോൾ ഇച്ചിരി പ്ലാന്റ് ഫീഡും കൂടി വാങ്ങിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് ഇച്ചിരി പ്ലാന്റ് ഫീഡും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നേരെ നിൽക്കണില്ല, എന്താണ് ചാടി ചാടി പോവുക. കുഞ്ഞു പോട്ടായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഇതിന്. ഇത് റീപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ ഇലയുടെ ഇടയ്ക്ക് കയറി. അത് തന്നെ ഓക്കെ മതിയല്ലേ. അങ്ങനെ നമ്മൾ ഒരെണ്ണത്തിനെ റീപ്പോർട്ട് ചെയ്തു കേട്ടോ. ദേ അതിൻ്റെ ഒരു കുഞ്ഞിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്തു. ഇത് വിളിക്കുന്നോട്ടെ. ദേ ഒരെണ്ണത്തിന് നമ്മൾ റിപ്പോർട്ട് ചെയ്തു. ഇനി ഒരു കുഞ്ഞും കൂടി വന്നിട്ടുണ്ട്, പക്ഷെ ഇത് വളരുന്നതെന്ന് തോന്നുന്നു. നോക്കിക്കേ, ഇതിനിവിടെ റൂട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിനെ വേറെണ്ണത്തിൽ റിപ്പോർട്ട് ചെയ്യാവേ. അപ്പം നമ്മൾ സെക്കൻഡ് വൺ റിപ്പോർട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ സെക്കൻഡ് വണ്ണ് ഞാൻ വിചാരിച്ചത് ഇതിൽ റിപ്പോർട്ട് ചെയ്യാന്ന്. ഇത് ഞാൻ കഴിഞ്ഞ വട്ടം എന്തോ ഒരു പ്ലാന്റ് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയതാട്ടോ. ആ പ്ലാന്റിനകത്തായിരുന്നേ. നമ്മൾ ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്യാന്ന് ഞാൻ വിചാരിച്ചേ. ശരി, നമുക്ക് ഇവിടെ ഇടാം. പിന്നെ നമുക്ക് ഇച്ചിരി പ്ലാന്റ് ഫീഡ് കൂടി ഇടാവേ. നമ്മൾ വാങ്ങിയ പ്ലാന്റ് ഫീഡ് ഇച്ചിരി മതി. ഇവിടെ ഇരിക്കട്ടെ. ഇതിന് ചെറിയ റൂട്ട്സ് ഒക്കെ ഉണ്ട്, അപ്പം ഞാൻ വിശ്വസിക്കുന്ന റൂട്ട്സ് ഒക്കെ വരുമായിരിക്കുമെന്ന്.
തന്നെ പിടിച്ചിടുമ്പോ ഉണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. കാണുമ്പോൾ നല്ല എളുപ്പമായിട്ട് തോന്നും. കാറ്റുണ്ട്, വെയിലുണ്ട് നല്ല. ഞാനാണെങ്കിൽ ഞങ്ങളുടെ ഗാർഡനിൽ തണലത്ത് ഇച്ചിരി തണലുള്ള സ്ഥലത്തായിരിക്കണം, ബാക്കി എല്ലായിടത്തും നല്ല വെയില. പക്ഷെ സ്റ്റിൽ കാറ്റുണ്ട്. മതിയല്ലേ? അങ്ങനെ നമ്മൾ നമ്മുടെ രണ്ടാമത്തേതും പോട്ട് ചെയ്തു. ഇത് മതിയല്ലേ മണ്ണ്? അത് മതിയാവും. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത പ്ലാന്റ് പോട്ട് ചെയ്യാൻ പോവാണ്. ഓൾറെഡി ഞാൻ അതിനകത്ത് ഇതൊക്കെ നിറച്ച് വെച്ചിരിക്കുവാണ്. സോ ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇതെടുക്കണം. ട്രൈ ചെയ്ത് നോക്കട്ടെ. എല്ലാം കുറേ നാളായിട്ട് ഇതിനകത്ത് ഇരുന്നിട്ടാണ് തോന്നുന്നു, ഭയങ്കരമായിട്ടും ഫിക്സ്ഡ് ആയിട്ടിരിക്കുവാ ഇത്. വേണ്ട, ഇതൊരു കഷ്ടപ്പാടാ. നോക്കിക്കേ ഇതാണ് ഇതിന്റെ റൂട്ട്. കാണിച്ചേ എന്താ നോക്കിക്കേ, റൂട്ടൊക്കെ വന്ന് നല്ല സെറ്റായിട്ടിരിക്കുക കണ്ടോ. അപ്പോൾ ഇത് നോക്കുക, അതെ നല്ല കറക്റ്റായിട്ട് എനിക്ക് കിട്ടി. ലാസ്റ്റ് മണ്ണ് പോലെയല്ല. അപ്പം നമുക്ക് കുറച്ച് ഇതിൻ്റെ മണ്ണിളക്കി കളയാട്ടോ അടിയിലത്തെ. ഇവിടെ എല്ലാം റൂട്ടുണ്ട്, പക്ഷെ ഇത് നല്ലതായിട്ട് ഇതേ വെള്ളം പിടിച്ചിരിക്കുക. ഇത് കണ്ടോ, നല്ലതായിട്ട് വെള്ളമുണ്ട് ഇതിന്. നമുക്ക് കുറച്ചങ്ങ് ഇളക്കി കളഞ്ഞിട്ട് നമ്മുടെ പോട്ടിലോട്ട് വെക്കാവേ. ജസ്റ്റ് കട്ട് ചെയ്ത് കളയല്ലേ, കട്ട് ചെയ്യണ്ട, ഇളക്കി കളയാൻ നോക്കുന്നത് പോകുന്നില്ല കേട്ടോ. നല്ലതായിട്ട് ഇരിക്കും. നമുക്ക് ഇതിനെ നമ്മുടെ ഇച്ചിരി മണ്ണ് കുറയ്ക്കാം കേട്ടോ, പോട്ടിലോട്ട് വെക്കാം. ഇപ്പം നമ്മുടെ പോട്ടുമായിട്ട് സെറ്റായിക്കോളും. Shall I warm your one? All right. Hello, thanks, yeah? അങ്ങനെ നമ്മൾ നമ്മുടെ ഇതേ അടുത്ത വണ്ണം റിപ്പോർട്ട് ചെയ്തു. ഞാൻ കുറച്ച് എല്ലുപൊടിയൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. നോക്കിക്കേ കണ്ടോ, ഇത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം നമുക്ക്. അടുത്ത നമ്മളിത് ഇതിനെ പോട്ട് ചെയ്യാൻ പോവാം കേട്ടോ. ഇതിനെ നമ്മളിത് ഇതുപോലത്തെ ഒരു പോട്ടിലാട്ടോ പോട്ട് ചെയ്യാൻ പോണേ. അത്യാവശ്യം വലുതില്ല, അല്ലെങ്കിൽ പിന്നെ ആണെങ്കിലോ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ റീപോർട്ട് ചെയ്യേണ്ടി വരുവേ. ഞാൻ ഇച്ചിരി പ്ലാന്റ് ഫീഡ് ഇതിന് ഇടുവാണ്, കാരണം നമ്മളിനി ഇടയ്ക്കിടയ്ക്ക് ഇതിനെ ഇങ്ങനെ റീപോർട്ട് ചെയ്യുന്നൊന്നും ഇല്ലല്ലോ. അത് കാരണം ഇച്ചിരി ഫീഡ് ഇട്ട് കൊടുക്കുവാണ് എളുപ്പമുണ്ട്. നമുക്ക് ഇതിനെ എടുക്കാവേ. ഇത് അത്യാവശ്യം നല്ല, അതെ ഭയങ്കര വാട്ടറി ആയിട്ടാണ് ഇതിൻ്റെ മണ്ണ് ഇരിക്കുന്നത്. നമുക്ക് കുറച്ചങ്ങ് തട്ടിക്കളയാം ഇതിൻ്റെ. ഇത് എത്രത്തോളം വലുതാവുമെന്ന് ഞാൻ കണ്ടിട്ടില്ല, ജസ്റ്റ് ഞാൻ ആദ്യമായിട്ടോ കാണുന്ന ഈ സീസണിൽ. നമുക്കാണെങ്കിൽ ഇവിടെ പ്ലാൻ സീസണിലേ കിട്ടുകയുള്ളൂ, പിന്നെ സീസൺ കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കിട്ടുകയില്ല. അതുപോലെ തന്നെ ഈ പോട്ട്സ് ആണേലും ഫീഡ് ആണേലും എല്ലാം ഈ സീസണിലേ കിട്ടുകയുള്ളൂ. സീസൺ കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുമായിരിക്കും. പിന്നെ ചിലപ്പോൾ പോട്ടൊക്കെ കിട്ടും, പക്ഷെ ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ സീസണിലെല്ലാം വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് അതാണ് നല്ലത്. എല്ലാത്തിനും കൂടി ലാസ്റ്റ് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ റിപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ഓരോന്നിനായിട്ട് ഒഴിക്കുന്നില്ല, ജസ്റ്റ് ഞാൻ പോട്ട് ചെയ്യുന്നേ ഉള്ളേ. കാണാനൊക്കെ നല്ല കളർഫുള്ളായിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇച്ചിരി എല്ലുപൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ. എനിക്ക് ഇച്ചിരി എല്ലുപൊടി ഉണ്ട് ഇവിടെ, പറന്നെൻ്റെ മേത്ത വേണം. നമുക്ക് ഇച്ചിരി സോലോണ് ഇട്ടൊന്ന് മിക്സ് ചെയ്തേക്കാം. അങ്ങനെ നമ്മൾ അതിനെ റീപോർട്ട് ചെയ്തു. അല്ലേ
അടുത്ത നമുക്ക് ഈ എവർഗ്രീൻ സാധനത്തിനെ പോട്ട് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ വലിയൊരു പോട്ടാട്ടോ എടുത്തത്. ഇത് 5 എണ്ണം വാങ്ങിച്ചു ഞങ്ങൾ. എത്രയായിരുന്നു ഇതിന്? 5 എണ്ണത്തിന് ഇതിന് എത്രയായിരുന്നു? 2 പൗണ്ടാണ്. ഇത് അത്യാവശ്യം വലുതിൽ വെക്കും കേട്ടോ. എനിക്കിനി വയ്യ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ ഒന്ന് പോട്ട് ചെയ്യാൻ. പ്ലാന്റ് ഫീഡ് ചെയ്യാനില്ല. എനിക്കിവിടെ വേറെ വലിയൊരു സോയിലുണ്ട്, അതും കൂടി ഇടാം. ഇതിനെ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. ഈ പോട്ട് ചെയ്യുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് പെട്ടെന്ന് വന്നു കേട്ടോ. ഞാൻ വിചാരിച്ചതിനേക്കാളും പെട്ടെന്ന് ഇത് വന്ന്. നോക്കിക്കേ, ഇതിൻ്റെ റൂട്ട്സൊക്കെ സത്യം പറഞ്ഞാൽ ഡ്രൈ ആയിട്ടിരിക്കുന്നു കേട്ടോ. ഇതിന് ഇടക്കിടക്കൊന്നും ഒരു വെള്ളം ഒഴിച്ച് കൊടുക്കാറില്ലായിരുന്നു തോന്നുന്നു. അപ്പം നമുക്ക് കുറച്ചൊന്ന് കുത്തിക്കളയാം. എന്നിട്ട് നമുക്ക് ഇതിനെ ഇവിടെ വെക്കാവേ. ഓക്കെ, നമുക്ക് ഇച്ചിരി പ്ലാന്റ് ഫീഡ് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. വല്ല ഭക്ഷണം കിട്ടാതെ വിഷമിക്കും. ഇനി നമുക്ക് ഈ പോട്ടങ്ങ് ഫില്ല് ചെയ്യാവേ. റീപോർട്ടിങ് കഴിയുമ്പോൾ ഞാൻ കുളിക്കേണ്ടി വരും. ഞാൻ ഫുള്ള് ഫെർട്ടിലൈസറിൽ. ഇതൊരു ഔട്ട്ഡോറാട്ടോ, ഔട്ട്ഡോർ സ്രബാണേ. അതുകൊണ്ട് ഞാൻ മെയിനായിട്ട് വലിയതിനകത്ത് വെക്കുന്നത്. കാരണം ഇത് നല്ല വലിപ്പം വയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ടേ. ഞാൻ ആദ്യമായിട്ടായി സാധനത്തിനെ വാങ്ങിക്കുന്നതും കാണുന്നതും ഒക്കെ. എന്നാലും നോക്കാം നമുക്ക് എത്രയും വളരുമെന്ന്. അതിനെ റിപ്പോർട്ട് ചെയ്ത് ഫീഡൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്. ഇത് കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മുടെ അലോവേര പ്ലാന്റ് ചെയ്യാം കേട്ടോ. ഇത് നോക്കിക്കേ, ഇതിനൊരു കുഞ്ഞിവിടെ ഉണ്ട്. പക്ഷെ ഞാൻ തൽക്കാലം ഇതിനെ ഒരുമിച്ച് പോട്ട് ചെയ്യാന്നാണ് വിചാരിക്കണേ. നമുക്ക് ഇതിനെ സെറ്റ് ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. നല്ല ഡ്രൈ ആട്ടോ. ഇത് ഇവിടുത്തെ അലോവേര എന്നൊക്കെ പറഞ്ഞാൽ ഇൻഡോർ ആട്ടോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇത് പുറത്തല്ലേ ഇരിക്കണം. ഇവിടെ ഫുള്ള് ഇൻഡോർ ആണ്. പിന്നെ അത്യാവശ്യം ഇതിന് വെള്ളം വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ലൈക്ക് ഇൻ 2 വീക്കോ 3 വീക്കോ വൺസേ ഇതിന് വെള്ളം ഒഴിക്കുള്ളൂ. എപ്പോഴും വെള്ളം ഒഴിച്ചാൽ ഇത് പെട്ടെന്ന് അഴുകി പോകുന്ന സാധനം കേട്ടോ. അപ്പം നമുക്ക് ഇതിനെ ഒന്ന് പോട്ട് ചെയ്യാവേ. ഞാൻ ഇതിലാണ് ഇച്ചിരി എല്ലുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അതിനെ റീപോർട്ട് ചെയ്തു. ഇതിനെ നമുക്ക് ഇച്ചിരി കൂടെ വലുതാകുമ്പോൾ വലിയൊരു പോട്ടി വെക്കാം കേട്ടോ. കാരണം ഞാൻ വേറെ ലാസ്റ്റ് ടൈം പറഞ്ഞതിന് ഒരു വലിയ പോട്ടി വെച്ചിട്ട് അത്ര ഗ്രോത്ത് ഇല്ല. ഈ ചെറിയ സൈസിനെ വലിയ പോട്ടിൽ വെക്കുമ്പോൾ എനിക്ക് തോന്നുന്നതിന് അത്ര ഗ്രോത്ത് വരുന്നില്ലെന്നേ. നമുക്ക് അത് പോട്ടി ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ആന്തൂര്യത്തെ പോട്ട് ചെയ്യാം കേട്ടോ. നല്ല ഫ്ലവേഴ്സൊക്കെ ഉള്ള ആന്തൂര്യ. നമ്മളതിനെ ഇതിനകത്ത് പോട്ട് ചെയ്യാൻ ഞാൻ വിചാരിച്ചു. എൻ്റെ ഫെർട്ടിലൈസറൊക്കെ തീരാറായി. പോട്ട് ചെയ്ത് പിന്നെ നമുക്കൊരു ഹാഫ് വേ വരെ ഫെർട്ടിലൈസർ ഇട്ട് പോട്ട് ചെയ്യാം കേട്ടോ. കാരണം അത്രയും വലിയ റൂട്ട് ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. ജസ്റ്റ് നമുക്ക് പൊക്കി നോക്കാവേ. പിന്നെ പണിയാവും. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. നോക്കിക്കേ, ആന്തൂര്യത്തിന്റെ റൂട്ട് നോക്കിക്കേ. ഇതേ നല്ല വലിയ റൂട്ടൊക്കെ ഉള്ള ആന്തൂര്യം. ഇത് പാവ ഇതേ ചെടിക്ക് ചട്ടിക്ക് അതൊന്ന് സഫോക്കേറ്റ് ചെയ്ത് ഇതിന്. പാവ അതിന് മണ്ണില്ലാതെ കഷ്ടപ്പെടുമായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, താഴെയൊക്കെ ഇഷ്ടം പോലെ റൂട്ടുണ്ട് കേട്ടോ. അതിന് വളരാൻ സ്ഥലമില്ലാതെ ഇത് കണ്ടോ. നോക്കിക്കേ, കാണാവോ? നമുക്കപ്പോ ഇതിനെ വെക്കാം. അപ്പൊ അതിനെ സ്പ്രെഡ് ചെയ്യാനുള്ള മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഏകദേശം ആന്തൂര്യത്തിനെ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞു കേട്ടോ. തുടങ്ങിയെന്നല്ല, കഴിഞ്ഞു. ആന്തൂര്യ സെറ്റായി.
ദൂരത്തിന്റെ റൂട്ടിന് സ്പ്രെഡ് ചെയ്യാനുള്ള മണ്ണൊക്കെ ഇട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന് ഹാപ്പി ആയി കാണും അത്. ഓക്കെ, നമ്മൾ അന്തൂരം റീപ്പോർട്ട് ചെയ്തു. ഞാൻ മണ്ണിനകത്തൊക്കെ കുളിച്ച്. ഇനി നമുക്കാണെങ്കിൽ ഇതിനെ ഒന്ന് കുത്തി ഇളക്കി നോക്കാം കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വന്നു അതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇതുവരെ ഇതിനൊരു ഗ്രോത്ത് ഞാൻ കാണുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിനെ ഒന്ന് കുത്തി ഇളക്കി നോക്കാം. ഇതിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. നോക്കിക്കേ, പിന്നെ റൂട്ട് പോലും വന്നോന്ന് പോലും എനിക്ക് അറിയാൻ വയ്യ. റൂട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇതിന്. നമുക്കൊന്ന് നോക്കി നോക്കാം എന്താണല്ലോ ഇതിന്. ഇതേ റൂട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ, കുഞ്ഞൊരു റൂട്ട് വന്നതേ ഉള്ളൂ ഇതിന്. ഓക്കെ, ഇത് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് നമ്മുടെ ഇച്ചിരി മണ്ണിട്ടിട്ടേ പിന്നെ നോക്കാം. അപ്പോൾ നമ്മൾ ഞാൻ ഇതിനെ റിപ്പോർട്ട് ചെയ്ത് തീരെ ചെറുതാട്ടോ, പക്ഷെ ഇതിനൊരു കുഞ്ഞു റൂട്ട് വന്നിട്ടുണ്ട്. അവിടെ ഞാൻ മണ്ണ് മാറ്റുന്നില്ല. നമുക്ക് എന്നിട്ട് വെച്ച് നോക്കാം. ഈ മണ്ണ് മാറ്റണം, ജസ്റ്റ് നോക്കാം കേട്ടോ. അതിന് കുഞ്ഞു റൂട്ടേ ഉള്ളൂ. നോക്കട്ടെ ഇനിയിപ്പോൾ ഈ മണ്ണ് തീരെ ഇതായി പോയത് കൊണ്ടാണോ വളരാത്തതെന്ന് എനിക്കറിയത്തില്ല, എന്താ പറ്റിയെന്നും എനിക്കറിയത്തില്ല. ഇതിന് ഇന്നുണ്ടോ കുഞ്ഞൊരു റൂട്ട് വരുന്നത് കണ്ടോ. നമുക്ക് ഈ ഇലയും കണ്ടിച്ചോളെ. ഇത് ഞാനെല്ലാം തട്ടിക്കളഞ്ഞ് ഇങ്ങനെ ആക്കിട്ടോ. എന്നിട്ട് നമുക്ക് വെച്ച് നോക്കാം. ഇനി ഇത് വളരുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ് ഫീഡും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞു കേട്ടോ. അതിനെ നമ്മളൊന്നും കൂടി ഒന്ന് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. അടുത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇതാണ് ഈ സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യുക. ഇതൊന്നും നമ്മൾ ഇടയ്ക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇത് നമുക്ക് കുറച്ചും കളയാത് ഭയങ്കര ഡ്രൈ ആയിട്ട് നിൽക്കുന്നത്. ഞാനിവിടെ മറ്റേ ഫീഡൊക്കെ ഇത് സെറ്റായിരിക്കും വെച്ചിട്ടുണ്ട്. മാന്തിയിട്ടിടാം. ഒരു ഇൻഡോർ സ്ട്രബ് ആട്ടോ. നമുക്ക് പിന്നെ എപ്പോഴെപ്പോഴൊന്നും അതിനൊന്നും വെള്ളം ഒഴിക്കണ്ട. നമുക്ക് ജസ്റ്റ് 15 ഡേയ്സിലൊക്കെ മതി. ഇതിനെ പോട്ടിങ് കഴിഞ്ഞു സക്സസ് ആയിട്ട്. അത് കഴിഞ്ഞു. അപ്പം ഞാനത് ഞങ്ങളുടെ ഇവിടെ ഇരുന്ന പീസ് ലില്ലി ഉണ്ടല്ലോ, പക്ഷെ നോക്കിക്കേ ഇതിൻ്റെ റൂട്ടൊക്കെ ഇങ്ങനെ വന്ന് എനിക്ക് തോന്നിയത് ഭയങ്കര കൺജസ്റ്റഡ് ആണ്. സോ എനിക്ക് വേറെ പോട്ട് ഇല്ലാത്തതുകൊണ്ട് രണ്ടാക്കാൻ ഞാൻ ഇതിനെ വലിയൊരു പോട്ടിലോട്ടാക്കി കേട്ടോ പീസ് ലില്ലിനെ. അതിന് വേണമെങ്കിൽ നമുക്ക് രണ്ടാക്കാം, കാരണം ഇതുണ്ടോ ഇതിന് കുറേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. തൽക്കാലം ഞാനിപ്പോൾ ഇതിനെ ഇങ്ങനെ ആക്കുവാണ്. അപ്പം നമ്മളിതിനെ റിപ്പോർട്ട് ചെയ്തു. ആക്ച്വലി ഇതിൻ്റെ ആണെങ്കിൽ വൈറ്റ് ഫ്ലവേഴ്സ് ആട്ടോ, നല്ല ഭംഗിയാണ് സത്യം പറഞ്ഞാൽ ഇത് കാണാൻ. പക്ഷേ ഈ വട്ടം ഇത് ഗ്രീൻ ആയിപ്പോയി. ഞാൻ എന്തായാലും ഇത് ഇതായിപ്പോ എനിക്കൊന്ന് സൺലൈറ്റ് കുറവായിരുന്നോണ്ടായിരിക്കും റൂമിലിരുന്ന കാരണം. ഞാൻ എന്തായാലും പിന്നെ നല്ല സൺലൈറ്റ് ഉള്ളിടത്ത് വെച്ച് നോക്കാം എനിക്ക് തോന്നുന്നു. പിന്നെ ഇതിൽ നിന്ന് ഒരു കുറേ വാടി സാധനമൊക്കെ ഉണ്ട് കേട്ടോ, അതല്ല ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണ്. അങ്ങനെ നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്ത് ഇത് നമുക്ക് ഞാൻ കഴിഞ്ഞ വട്ടമാണെങ്കിൽ വാങ്ങിച്ചേട്ടോ. ഇതൊരു ഇൻഡോർസ് പ്ലാന്റ് ആയിരുന്നു, എന്തോ ഒരു പേരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ റൂട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ ഇത് കണ്ടു ഇവിടെ ഇങ്ങനെ കൺജഷൻ ആയിട്ട് നിൽക്കുക കേട്ടോ റൂട്ടൊക്കെ. പിന്നെ ഞാനൊരു വലിയ പൊട്ടിലോട്ടാക്കാമെന്ന് വിചാരിക്കുക. നോക്കിക്കേ ഇച്ചിരി അതിനൊരു കുറച്ച് ശ്വാസമൊക്കെ കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അതിനൊരു ഇച്ചിരി നല്ലതല്ലേ. നമ്മളങ്ങനെ അതിനെ വലിയൊരു പൊട്ടിലോട്ട് മാറ്റിയിരിക്കുക കേട്ടോ. ഇനി ഞാൻ ഇത് കഴിഞ്ഞ വട്ടം വലിയ അലോവേര ഞാൻ സ്പോട്ട് ചെയ്തതാണ്, പക്ഷെ ഇത് വലിയ കാര്യമായിട്ടൊന്നും വളരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇച്ചിരി ഫീഡൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇന്ന് റിപ്പോർട്ട് ചെയ്യാന്ന് കേട്ടോ, അത് വിചാരിക്കുന്നു. ഇതിന് അങ്ങനെ ഞാൻ
അലവരെ വീണ്ടും ഒന്നുകൂടി പോട്ട് ചെയ്തിട്ടുണ്ട്. വളരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇച്ചിരി ഫീഡൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ് ഫീഡ്സ് ഒക്കെ. ഞാനൊരു ഗ്രോത്ത് ഇല്ല, പക്ഷെ റൂട്ടുണ്ട്. പക്ഷെ അതിനെ അങ്ങോട്ട് ഈ മണ്ണിൽ പിടിക്കുന്നില്ല, എന്താണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ ഇതേ നോക്കിക്കേ, ഇത്രയും സാധനം റിപ്പോർട്ട് ചെയ്ത് എനിക്ക് ഒരു അലോവേരയും കൂടി ഉണ്ട്. കാണിക്കേ, ഞാൻ അവിടെ ഇരിക്കുന്നത്. അതെനിക്ക് ഒന്നും കൂടി ഒന്ന് ചെയ്യാനായിട്ടുള്ള ഒരു ഫീഡ് തീർന്നു പോയി, നമ്മുടെ ഫെർട്ടിലൈസർ തീർന്നു പോയി. ഇതൊക്കെ പഴയത്, അപ്പം ഇതിനകത്ത് ഞാൻ വെക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ ഞാൻ വിചാരിച്ചു ഈ ലാസ്റ്റ് ഡേ വാങ്ങിച്ച 2 ടൊമാറ്റോയും പിന്നെ ഈ ഫ്ലവറിങ് പ്ലാന്റ് ഇതും കൂടി ഒന്ന് ജസ്റ്റ് ഈ നമ്മൾ റീപോർട്ട് ചെയ്ത ഈ ചെറിയ പോട്ടുകളിൽ ഒന്ന് ഇട്ട് നോക്കാം. 2-3-4 എണ്ണം ഒന്ന് ഇട്ട് നോക്കാം, വളരുമ്പോൾ നോക്കണം. അപ്പൊ ഈ ടൊമാറ്റോയുടെ ഇവർ പറയുന്നുണ്ടല്ലോ ജാനുവരി ടു ഏപ്രിൽ ആട്ടോ ഇതിനെ സോ ചെയ്യുന്ന സമയം പറയുന്നത്. ഞാനിപ്പോ കുറച്ചിടുക കേട്ടോ. സോ ജാനുവരി ടു മാർച്ച് അവര് ഇവിടെ ബാക്കിൽ പറയുന്നത്. 15 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ എന്തായാലും ഇതിനെ ഇടുക. അതെ കാണിച്ച്, ഇതാണ് നമ്മുടെ സീഡ് കേട്ടോ. നമ്മളൊരു ഫ്യൂ എന്താണേലും നമ്മൾ ഇടാൻ പോവാം. ശരി, നമുക്കൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് ഇടാം കേട്ടോ. ചാടിപ്പോയി, ചിലതൊക്കെ ചാടിപ്പോയി കേട്ടോ എൻ്റെ കയ്യിൽ നിന്ന്. അതായത് നമ്മളൊരു 2-3 എണ്ണം ഇടാം കേട്ടോ ഇതിനകത്ത്. നമുക്കങ്ങ് അടച്ചേക്കാം. എനിക്ക് വേറെ 2-3 എണ്ണം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇതിനകത്തും കൂടി ഇടാം നമുക്കൊരു 4. ഇതിനകത്തിടാം ഈ ലാസ്റ്റ്. എല്ലാം ഒന്നും ഇട്ടില്ല, ജസ്റ്റ് നമുക്ക് നോക്കാം ജെർമിനേറ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം. ഇത് ജെർമിനേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മാറി റിപ്പോർട്ട് ചെയ്യാമല്ലോ. അത് കഴിഞ്ഞ് നമുക്കിത് ഈ സാധനം കൂടി കലൻറ്റുല. ഇത് മാർച്ച് സെപ്റ്റംബറിൽ സോ ചെയ്യുന്നത്. ഫ്ലവർ മെയ് ഒക്ടോബറിൽ ഫ്ലവർ ചെയ്യുന്നതാട്ടോ ഇവർ പറയുന്നത്. നമുക്ക് നോക്കാം. ഇതിന് 1.5 ഞാൻ പൊട്ടിക്കുവാണേ. ഇതിന്റെ സീഡ്സ് ഡിഫറെന്റ് ആട്ടോ. ഇത് നോക്കിക്കേ, ഇതിന്റെ സീഡ് ഇങ്ങനെ ഇരിക്കണേ. നമ്മൾ വിചാരിച്ച പോലെ അല്ല. ഇത് കുറെ ഉണ്ട്. എന്തായാലും ഞാൻ ഇത് അധികം ഇടുന്നില്ല. നമുക്ക് നോക്കാം ഇത് ജെർമിനേറ്റ് ചെയ്യുന്നുണ്ടോന്നേ. ജസ്റ്റ് നമുക്ക് ഇവിടെ ഫ്യൂ ഇടാം, എന്താണേലും നോക്കാം. എന്നിട്ട് ഇതാവുകയാണെങ്കിൽ നമുക്ക് ഇതിനെ മാറ്റി പോട്ട് ചെയ്യുന്നതായിരിക്കും. ഇവർ പറയുന്നൊരു 1.5 സെന്റിമീറ്റർ അതിൻ്റെ തിക്നെസ്സിൽ ഇതിട്ടാൽ മതിയെന്ന്. ഞാൻ 2 പോട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഇത് എത്രത്തോളം വലിപ്പം വെക്കുമെന്നും അറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം. 2-3 കൊണ്ടം കൂടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഞങ്ങളുടെ പ്ലാന്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഞാൻ എൻ്റെ ഫെർട്ടിലൈസർ തീർന്നുകൊണ്ട് ഞാൻ 2-3 പ്ലാന്റ് ചെയ്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഞാൻ ഇത്രയും സാധനങ്ങൾ പ്ലാൻ ചെയ്തു. ഇനി ഇതിനെല്ലാം വെള്ളം ഒഴിക്കണം. അതൊരു പരിപാടിയാണ്. പക്ഷെ മേലിൽ കയറി പോയിട്ട് എനിക്ക് വെള്ളം എടുത്തോണ്ടോന്ന് ഒഴിക്കണം. അതാണ് ഇനിയുള്ള പണി. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. താങ്ക് യു.